നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു പ്രധാനപ്പെട്ട സംഗതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പറളി ഓവർ ബ്രിഡ്ജിന് സമീപത്ത് ഈ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 5-8 മാസം കഴിയും എന്നാണ് എൻ്റെ ഊഹം. എൻ്റെ ഊഹം മാത്രമാണ്. 5-8 മാസം എനിക്കറിയില്ല. അത് കൂടുമോ ഞാൻ അതിൽ കുറഞ്ഞോ എനിക്കറിയില്ല. ആദ്യമൊക്കെ അതെല്ലാം അത് നല്ലൊരു പ്രവർത്തനരഹിതമായിരുന്നു. ആദ്യമൊക്കെ നല്ല പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഒരു ക്യാമറ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കണം. കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കത് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ അവസ്ഥ. ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. മറ്റൊരു ക്യാമറ പൊട്ടി വീണ് ആ വയറിൽ തൂങ്ങിക്കിടക്കുകയാണത്. കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ അവസ്ഥയാണത്. എന്തായാലും അവിടുത്തെ ജനപ്രതിനിധികളല്ല, അവിടുത്തെ പൊതുപ്രവർത്തകരോ, അവിടുത്തെ അല്ല, ഈ ഭാഗത്ത് പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരും കണ്ടില്ല എന്ന് പറയുന്നത് വളരെ വലിയ സംഭവം തന്നെയാണ്. ആരും കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ജനപ്രതിനിധികളോ അതൊരു പൊതുപ്രവർത്തകരോ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അത് കണ്ടിട്ടും കാണാത്ത പോലെ പോയതാണോ എനിക്കറിയില്ല. എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കുന്നതിന് സ്ഥാപിച്ചൊരു ക്യാമറയാണത് പറളി പഞ്ചായത്തിലുള്ള. ഇതുപോലെ തന്നെ വനിതാ ജിംനേഷ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ജിമ്മ് ഉപകരണങ്ങൾ കൊണ്ടിട്ടുണ്ട്. ആദ്യം അതും ഇതേപോലെയാണ്. ഏകദേശം നുരിപ്പിടിച്ച് പോകാറായിട്ടുണ്ടാവും. ഒരു ദിവസം ഞാൻ അവിടുത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉടൻ തന്നെ തുറക്കുമെന്നാണ്. അത് പറഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. 1 വർഷമൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ ജിംനേഷ്യം ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞാണ്. ഇതുവരെയും വനിതാ ജിംനേഷ്യം പറളി പഞ്ചായത്തിലെ വനിതാ ജിംനേഷ്യം തുറന്നിട്ടില്ല. ഇതേ അവസ്ഥയാണത്. എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ചതാണ്. ഇതെല്ലാം സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ടല്ലേ ഇതെല്ലാം പറയുന്നത്. അന്നൊരു ദിവസം ഞാൻ പറളിക്ക് എനിക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോൾ ക്യാമറയിലെ ടെക്നീഷ്യന്മാരെ തോന്നുന്നു ശരിയാക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാമറ ശരിയാക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ ക്യാമറ ടെക്നീഷ്യൻ്റെ ഭാവം കണ്ടാൽ
ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇത്ര ഒരു ജാടിയില്ല. അതിനേക്കാൾ വലിയ ജാടിയാണ് ഇത് അവന്, ആ ടെക്നീഷ്യന്. ISRO ശാസ്ത്രജ്ഞന്മാരേക്കാൾ വലിയ ജാടയാണ് ഇതിന്. കണ്ടില്ല അതിൻ്റെ അപ്പോഴത്തെ അവസ്ഥ. ഇവന്മാരെ എവിടുത്തെ ടെക്നീഷ്യന്മാരാണ്, എവിടുത്തെ ക്യാമറ ടെക്നീഷ്യന്മാർ ഇവന്മാരൊക്കെ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളാരെയും ഇടപെട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും മറ്റ് അവിടുത്തെ അധികൃതരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ക്യാമറ പ്രവർത്തിപ്പിക്കും, പുതിയ ക്യാമറ സ്ഥാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.